അപ്പോൾ ഞങ്ങൾ ആ ബീച്ചിലൊക്കെ നടന്നപ്പോൾ കണ്ടതാണ് കേട്ടോ, ഒരു പിയർ കെട്ടി വെച്ചേക്കണു. ഏതാണ്ട് ഒരു 500 മീറ്ററോളം നീളം ഉണ്ടാവും. നമുക്ക് ആ കടലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാം. ഇവിടെ ഈ സ്ഥലത്തൊക്കെ ശരിക്കും ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പിയറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാർഗോ ടെർമിനൽ കാണാൻ പറ്റും കേട്ടോ. ഡോവറിന്ന് ഫ്രാൻസിലേക്ക് കലയിലേക്ക് ഫെറി ഉണ്ട് കേട്ടോ. അതാണ് ഒരെണ്ണം പോയിക്കൊണ്ടിരിക്കുന്നത്, പിയാനോ ഫെറീസിന്റെ. ഇവിടുന്ന് അധികം സമയമൊന്നും എടുക്കില്ല, 90 minutes ഉള്ളൂ എന്ന് തോന്നുന്നു ക്രോസിങ്. ഇംഗ്ലീഷ് ചാനൽ. അതാണ് ഞങ്ങളുടെ ഹോട്ടൽ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ 6:42 സൺറൈസ്. അപ്പോൾ പോളും അമ്മും എല്ലാവരും എഴുന്നേറ്റു വിളിച്ചു കഴിഞ്ഞപ്പോൾ. കാരണം ഇങ്ങനെ നമുക്ക് സൺറൈസ് എല്ലാ ദിവസവും നമ്മൾ താമസിക്കുന്നതിൻ്റെ മുന്നിൽ കാണാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീച്ചിൽ സൺറൈസ് കാണാമെന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ കണ്ട സീനാണിത്. ഇങ്ങനെ സൂര്യൻ പൊന്തി ജസ്റ്റ് വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വൺസ് അങ്ങോട്ട് ഞങ്ങളൊരു 5 മിനിറ്റൊക്കെ അവിടെ നിന്നപ്പോഴേക്കും വേഗം ഇങ്ങനെ പൊന്തി മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. അത്ര തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു. അന്നൊരു ക്ലൗഡി ദിവസമായിരുന്നു, അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ സീരിയൽസും അതുപോലെ യോഗട്ട്, പിന്നെ അങ്ങനെ എന്താണ് പേസ്ട്രീസ്, എന്താണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. വൈറ്റ് ക്ലിഫ്സ് ഓഫ് ഡോവർ കാണാൻ പോവാണ് ഞങ്ങൾ. കാർ പാർക്കിന്റെ മുന്നിലത്തെ സീനാണ് ഈ കാണണത്. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തത് ചെറിയൊരു കാർ പാർക്കിലാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ കടലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് കാർഗോ ലോറികളൊക്കെ ഇങ്ങനെ ഫെറിയിലേക്ക് ലോഡ് ചെയ്യണത് കാണാൻ പറ്റും. നല്ല കാറ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് നിൽക്കുമ്പോൾ പേടിയാവുമായിരുന്നു, നമ്മൾ കടലിലേക്ക് പറന്നു പോവോ, കാറ് ഏക്കാനും പറന്ന് കടലിലേക്ക് വീഴുമോ, അത്രയ്ക്കും കാറ്റായിരുന്നു. തണുപ്പുണ്ടായിരുന്നില്ല എന്തോ ഭാഗ്യത്തിന്. സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ലോറികൾ ഇങ്ങനെ ഉറുമ്പ് പോലെ പോയി ഈ ഫെറിയുടെ ഉള്ളിലേക്ക് കയറണത്, കാർഗോ ലോറീസ്. ഞങ്ങളപ്പോൾ ഒരു ചെറിയ ഹൈക്കിങ്ങിന് പോവാണ് കേട്ടോ. ഈ മരത്തിൻ്റെ ഒക്കെ ഇടയിലായതുകൊണ്ട് അധികം കാറ്റില്ല അല്ലേ അമ്മു? മരത്തിൻ്റെ ഇടയിലായതുകൊണ്ട് അധികം കാറ്റില്ലല്ലോ. ആ സീഡ് അവിടെ നിൽക്കുമ്പോൾ എന്തായിരുന്നു കാറ്റല്ലേ. ഞാൻ വിചാരിച്ചാൽ പറന്നു പോകുന്നു. എൻ്റെ ശരിക്കും നല്ലൊരു കാട്ടുപ്രദേശം പോലെയുണ്ട്. ഇവിടെ ഒരു വിസിറ്റ് സെൻറ്റർ ഉണ്ട്, കഫേ ഉണ്ട്, ചെറിയൊരു ഷോപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ടണൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ടിക്കറ്റ്സ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത്. ഷിപ്പ് ഫ്രം ഫ്രാൻസ്. ഇവിടുന്ന് ഫ്രാൻസിലേക്ക് മാത്രമേ പോകണുള്ളൂ. ഇപ്പോൾ ഡോവർ ടു കലി ആ സീ വാളിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്.